നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിന്റെ പാതി വഴിയിൽ തളർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയേണ്ട ഒരു വാചകമുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ കണ്ണുനീരിന് നാളത്തെ എൻ്റെ തന്നെ പുഞ്ചിരിയോളം തന്നെ മൂല്യമുണ്ടാകും. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾ ശരിയായ പാതയിലാണ്. കാരണം കഠിനമായ പാതകൾ മാത്രമേ മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നമ്മെ എത്തിക്കാറുള്ളൂ. ഒരു കുഞ്ഞു കഥയുണ്ട്. പണ്ട് ഒരു മലമുകളിൽ 2 കല്ലുകൾ ഉണ്ടായിരുന്നു. ലോകം തങ്ങളെ ശ്രദ്ധിക്കാത്തതിൽ അവർ രണ്ടുപേരും വളരെ ആകുലപ്പെട്ടിരുന്നു, സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ശില്പി എത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ ലോകം വണങ്ങുന്ന വിഗ്രഹങ്ങളാക്കി മാറ്റാം. എന്നാൽ ആദ്യത്തെ കല്ല് ഭയക്കുകയാണ്. ശില്പിയുടെ ഉളിയും ചുറ്റികയും എൻ്റെ നെഞ്ചിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന വേദന എനിക്ക് താങ്ങാനാകില്ല എന്ന് പറഞ്ഞ് ആ കല്ല് ഒഴിഞ്ഞു മാറി. പക്ഷേ രണ്ടാമത്തെ കല്ല് ആ വേദനയെ പ്രണയിക്കാൻ തയ്യാറായി. ഓരോ തവണ ഒളിമുന തുളഞ്ഞു കയറുമ്പോഴും ഓരോ ചുറ്റുകയടിയിലും അത് മന്ത്രിച്ചു, ഇതെന്നെ മനോഹരമാക്കാനുള്ള പരിക്കുകളാണ്. ഒടുവിൽ ആ കല്ല് അതിമനോഹരമായ ഒരു ശില്പമായി മാറി. ചുറ്റും വലിയൊരു ക്ഷേത്രമുയർന്നു. ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയോടെ ആ വിഗ്രഹത്തിന് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ വേദന ഭയന്ന ആദ്യത്തെ കല്ലിന്റെ അവസ്ഥ അതാണ് പ്രധാനം. ക്ഷേത്രനടയിൽ തേങ്ങ ഉടയ്ക്കാനുള്ള ഒരു പീഠമായി ആ കല്ല് മാറുകയാണ്. ഒരു തവണ വേദന സഹിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ആ കല്ലിന് ഇന്നും ഓരോ നിമിഷവും ഇങ്ങനെ അടിയേൽക്കേണ്ടി വരുന്നു. ഈ കഥ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വെറും സങ്കടങ്ങളല്ല, നേരെ മറിച്ച് നിങ്ങളെ ഒരു വിഗ്രഹമാക്കി മാറ്റാൻ നമ്മുടെ കാലം നടത്തുന്ന കൊത്തുപണികളാണ്. നിങ്ങൾ മെഴുകാകണോ അതോ കരുത്തുറ്റ ഉരുക്കാകണോ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ സങ്കടങ്ങൾ വെറും കണ്ണീരല്ല, അത് നിങ്ങളിലെ ശില്പത്തെ വാർത്തെടുക്കാനുള്ള ഉളിമുനകളാണ്. ആത്മവിശ്വാസത്തോടെ, ആ കരുത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം.